എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. എനിക്ക് 2 മക്കളുണ്ട്. രണ്ടും പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത ആൾക്ക് 11 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ 3 മാസം ആവുന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് അത്ര ടൈം ഗ്യാപ്പ് വന്നതെന്നും എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്നും ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ ലൈവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടായിട്ട് വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഈ മാസം ഷിഫ്റ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം ഈ ബാഗ് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതൊന്ന് ഒരു സ്റ്റോറി ആയിട്ട് ഇടാം. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടി തയ്യാറാവുന്നവർക്ക് ഒരു ഉപകാരമാവും എന്നുള്ളത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയണത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ആദ്യത്തെ ഡെലിവറി പെണ്ണിൻ്റെ വീട്ടുകാരാണ് അതിൻ്റെ ഫുൾ ചിലവ് എടുക്കുക. അപ്പോൾ പൊതുവേ പ്രസവം എന്ന് പറഞ്ഞ് പിന്നെ കുട്ടീനെ 90 വരെ നോക്കി തിരിച്ചു കൊണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ ചിലവ് കുറയും എന്നുള്ളതാണ് മെയിനായിരുന്നത്. അതുകൊണ്ട് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോകാം എന്നുള്ളതാണ്. എനിക്കങ്ങനെ അസുഖങ്ങളൊന്നും അത് കാര്യമായിട്ട് വരാറൊന്നുമില്ല. വല്ല പനിയോ ചുമയോ ഇടയ്ക്ക് അങ്ങനെ വരുവാണെങ്കിൽ തന്നെ നമ്മളടുത്തുള്ള എന്താ പറയുക പബ്ലിക് ഹെൽത്ത് സെൻ്ററിലാണ് കാണിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഒരു ദോഷവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു അതാണ് നല്ലതെന്ന് ഓർത്ത് ഇങ്ങനെ വീട്ടിലുള്ളവരും അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഹസ്ബൻഡ് വീട്ടുകാർ അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാനോ അവിടുത്തെ കാര്യങ്ങൾ അവരെ മോശമാക്കാനോ ഒന്നുമല്ല ഈ വീഡിയോ പറയുന്നത് കേട്ടോ. വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സെൻസിൽ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആ ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി കാണിക്കുമായിരുന്നു ചെയ്തത്. എനിക്ക് പിന്നെ നമുക്ക് അന്നേരം കാര്യമായിട്ടുള്ള എതിർപ്പുകൾ പറയാനും എന്തിനും ഏതിനും പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എങ്ങനെയാണോ ലൈഫ് പോകുന്നത് അതിൻ്റെ ഒപ്പം പോകാം എന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക എൻ്റെ ആ വീട്ടുകാരായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് പറയാവുന്നത് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ അവർ തീരുമാനിക്കുന്ന പോലെ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീടിനടുത്തുള്ള ഫ്രണ്ട്സ് 1-2 പേരുടെയൊക്കെ ഡെലിവറി ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നടന്നിട്ടുള്ളത്. അതിനൊന്നും നല്ല രീതിയിൽ തന്നെ ഡെലിവറി നടന്ന് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മതി എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഇവർക്ക് ഇത് പ്രൈവറ്റിൽ തന്നെ കാണിക്കണം, അതെന്തൊക്കെയോ ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെ ഒരു ഇതായിരുന്നു. അങ്ങനെ ചിലവ് നോക്കിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ എന്തൊക്കെയോ സംഭവിക്കും, അവർ ശ്രദ്ധിക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ എന്താ പറയുക കൺവിൻസ് ചെയ്യിച്ച് അങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ എനിക്കാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഇപ്പം മരുന്ന് കുറിച്ച് ആ മരുന്നിന് വേണ്ടിയോ ബില്ലടയ്ക്കാൻ വേണ്ടിയോ അങ്ങനെ കുറേ ക്യൂ നിൽക്കുക, കുറേ ഓടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറേ സൗകര്യങ്ങളുണ്ട് കേട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ. നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെക്കപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മളുടെ കയ്യിൽ തന്നുവിടില്ല. നമ്മളുടെ ഒരു ഫയൽ അവിടെയാണല്ലോ ഉണ്ടാവുക. എല്ലാ ഹോസ്പിറ്റലുകളും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ കാർഡ് അല്ലെങ്കിൽ നമ്പർ പറഞ്ഞ് അവർ ഫയലെടുക്കും, നമ്മളുടെ ഡോക്ടറെ അടുത്ത് എത്തിക്കും, നമ്മൾ ഡോക്ടറെ അടുത്ത് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ടേൺ ആകുമ്പോൾ കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഡയറ്റിനെ കുറിച്ചോ എന്താ പറയുക എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. സ്കാനുകളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അന്നൊക്കെ 3 സ്കാനൊക്കെ എടുക്കുകയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 10 വർഷം മുന്നത്തെ സ്റ്റോറിയായി പറയുന്നത്. 3 സ്കാനോ പിന്നെ ഡെലിവറി സമയത്ത് ഡെലിവറിക്ക് ഒരു 2 ആഴ്ച മുന്നുള്ളപ്പോൾ ഒരു സ്കാനും കൂടെ, 4 സ്കാൻ എടുത്തിട്ടുള്ള ആകെ. അപ്പോൾ അവർ 4 സ്കാൻ, അതായത് ഡെലിവറിക്ക് 2 ആഴ്ച മുന്നെടുത്ത സ്കാൻ, അതുപോലെ ഡെലിവറിക്ക് 2 ദിവസം മുന്നേ വരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അതായത് ചെക്കപ്പ് 2 വീക്സ് ആകുമ്പോൾ ചെല്ലാൻ പറയുന്നത്. ആദ്യമൊക്കെ ഓരോ മാസം കൂടുമ്പോൾ ചെല്ലാനാണ് പറയുക. പിന്നെ ലാസ്റ്റായപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ചെക്കപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത 2 ആഴ്ച വരെ മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് വിട്ടതാണ്. അപ്പോഴും നമ്മളുടെ അടുത്ത് നമ്മളുടെ ഫയൽ തരുമോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ശ്രദ്ധിക്കണമെന്ന് പറയുമോ ഒരു രീതിയിലുള്ള ഇതും പറഞ്ഞിട്ടില്ല നമ്മളുടെ അടുത്ത്. അപ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡെലിവറിയാണ്, കുറേ പേര് നമ്മളെ ഉപദേശിക്കും. ഇപ്പോൾ അങ്ങനെയാണ് പെയിൻ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെയിൻ വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത്, അമ്മയുടെയൊക്കെ ഡെലിവറി ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അപ്പോൾ ഒന്ന് ചെറിയ വേദന വരുമ്പോഴേക്കും അലറി വിളിക്കാനും കരയാനും നിൽക്കരുത് കേട്ടോ,
എന്താ വെച്ചാൽ കുറേ നേരം ലേബർ റൂമിനകത്ത് ചിലവഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നിനക്കത് ബുദ്ധിമുട്ടാവും. നല്ലപോലെ പെയിൻ വരുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തൊരു തരം പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് വരും. അതാണ് ശരിക്കുള്ള വേദന. ഈ ഫോൾസ് പെയിൻ വരുമ്പോഴേക്കും നമ്മൾ പാനിക് ആവണ്ടെന്ന് വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഇതുള്ളതുകൊണ്ട് എൻ്റെ ഡെലിവറി ദിവസം രാവിലെ എനിക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ടുകൾ നടക്കാനും എണീക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു 8th മന്ത് 9th മന്തൊക്കെ ആവുന്ന സമയത്തേ അതുണ്ടല്ലോ. നമുക്ക് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ഭയങ്കര സ്ലോ ആവും, ബ്രീത്തിങ് ഒക്കെ ഹെവി ആവും. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണെന്ന് കരുതി. പക്ഷേ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മളൊരു കാര്യം ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, 1 മിനിറ്റിനകത്ത് തന്നെ 1-2 പ്രാവശ്യമൊക്കെ എനിക്ക് പെയിൻ വരും. അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി പെയിൻ. ആ സമയമാകുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മൾ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇരുന്നരിയാൻ പറ്റാതെ ഞാൻ എണീറ്റ് നിൽക്കും, പിന്നെ വീണ്ടും ഇരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് എനിക്ക് തീരെ പറ്റുന്നില്ല എന്നുള്ളത് ആയ സമയത്താണ് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്, നമുക്ക് പോവാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബാഗിനകത്തൊക്കെ, ഹോസ്പിറ്റൽ ബാഗിനകത്ത് അന്ന് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മയാണ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കുറേ മുണ്ടൊക്കെയാണ്, വെള്ള നിറത്തിലുള്ള മുണ്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുട്ടീനെ വാങ്ങിക്കാനുള്ള ടവല്, പിന്നെ അന്ന് വെളിച്ചെണ്ണ, ഉണ്ണിയുടെ ചെറിയ സോപ്പ്, കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി എണ്ണയും സോപ്പൊക്കെ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഞാനതൊന്നും അറിയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മൾ കൈവച്ച് ഉള്ളു പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കുട്ടി പുറത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വൈകി കഴിഞ്ഞാൽ പ്രസവം തന്നെ ചിലപ്പോൾ വീട്ടിൽ നടന്നേനെ, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ എന്താ പറയുക, അപ്പം തന്നെ അഡ്മിറ്റാക്കി ലേബർ റൂമിൽ കൊണ്ടുപോയി. ഒരു കുറേ സമയം നോക്കി കേട്ടോ, നമുക്ക് പെയിൻ വരുന്നതൊക്കെ നോക്കി. പെയിൻ വരുന്നുണ്ട്, പക്ഷേ കുട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സൈഡ് വെട്ടിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാതെ എന്താണെന്നുള്ളത്. കുട്ടിയുടെ തല പുറത്തേക്ക് വന്നിട്ട് ഷോൾഡർ പുറത്തേക്ക് വരാതിരിക്കുന്നൊരു കണ്ടീഷനാണത്. അപ്പോൾ കുട്ടീനെ എന്നിട്ട് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നോർമൽ ഡെലിവറിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കാണിച്ചു തന്നു, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഞാൻ മോളെ കണ്ടു. അങ്ങനെ അവർ കുറച്ച് കഴിയുമ്പോൾ നേഴ്സ് ഇങ്ങനെ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് വാർണിംഗ് ഇതിലിങ്ങനെ, അല്ലെങ്കിൽ ഒരു പാനിക്കായ പോലെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഡോക്ടറിനെ. അപ്പോൾ ഞാനത് കേട്ടു. പക്ഷേ നമ്മളിങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോശമായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ അന്ന് രാത്രി തന്നെ പുലർച്ചെയാവുന്ന സമയത്ത് നമ്മൾ തന്നെ റൂമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് പാല് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വൈകിട്ടൊക്കെ ആയിട്ടാണ് പാല് വന്നിട്ടുള്ളൂ. അപ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പാല് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണെന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മ ഇങ്ങനെ കുഞ്ഞുങ്ങളെ തുടയ്ക്കാനൊക്കെ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കുട്ടികളെ തുടയ്ക്കുക, വൃത്തിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോഴത്തെ കുട്ടികളെയൊന്നും ഇങ്ങനെ എന്താ പറയുക, സോപ്പിടുക, വെള്ളത്തിൽ അങ്ങനെ ഒരുപാട് കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ വേണ്ട. കുട്ടികളുടെ മെത്ത് അങ്ങനെ അഴുക്കൊന്നും ആവുന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയല്ല, ചൂടുവെള്ളമൊക്കെ എടുത്ത് അമ്മമാർ കഴിക്കാനൊക്കെ എടുത്ത സമയത്ത് ഇങ്ങനെ പൊതിഞ്ഞിട്ടാണല്ലോ കുഞ്ഞിനെ തരുന്നത്. ഈ പൊതി കഴിച്ചപ്പോൾ എൻ്റെ മോളുടെ വലത്തെ കൈ ഉണ്ടല്ലോ, അത് താഴത്തേക്ക് ഇങ്ങനെ തളർന്ന് വീണു. ശരിക്കും കുഞ്ഞുങ്ങളുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് അവർ കിടക്കുക. ആ കൈ വലത്തെ കൈ ഇങ്ങനെ താഴോട്ട് വീണു, ഇടത്തെ കൈ മാത്രമേ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് മുകളിലേക്കുള്ളൂ. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ ഈ കൈ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെയല്ലല്ലോ കുഞ്ഞുങ്ങൾ കൈ പിടിക്കാമെന്ന്. കൈ തൊട്ട് നോക്കുമ്പോൾ തളർന്ന് കിടക്കുക, ഒരനക്കവും ഇല്ലാതെ കിടക്കുക ഈ കൈ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ശരിക്കും നോക്ക്, ചിലപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വളർത്തി പിടിച്ചത് കാരണമുണ്ടോ. അപ്പം അമ്മ പറഞ്ഞല്ല, മറ്റേ കൈ നോക്കിയാൽ ശരിക്കും ഉണ്ടല്ലോ, ഈ കൈ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. ഞാൻ അപ്പം തന്നെ അടുത്ത് ആ നേഴ്സിംഗ് സ്റ്റേഷനുണ്ട് ആ ഫ്ലോറിൽ തന്നെ, അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു കുട്ടിക്ക് ഇങ്ങനെ. അപ്പോൾ അവർ ചോദിച്ചത് ആരാ കണ്ടേ എന്നാ ചോദിക്കുന്നത് നമ്മളോട്. അല്ലാതെ അങ്ങനെയുണ്ടോ, അവർ ആദ്യമായിട്ട് അറിയുന്നില്ല. അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുട്ടീനെ കിട്ടിയപ്പോൾ തന്നെ അവരറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് പറഞ്ഞില്ല. ഒരു നൈറ്റ് മുഴുവനും മിണ്ടാതെ എടുത്ത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച്. ഇത് പിന്നെ ഡോക്ടർ വന്നപ്പോൾ അപ്പോൾ പറഞ്ഞു അത് കുട്ടിയുടെ പൊസിഷൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, അത് മാറും എന്ന് പറഞ്ഞ് അവർ പോയി. പക്ഷേ ഈ കൈ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോടുകൂടി എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇവർ ഒന്നും പറയാതിരുന്നെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ചിന്തയിൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം, കുട്ടിയുടെ കൈയാണ് ഇങ്ങനെ കിടക്കുന്നത്, അതിന് ശരിയാവില്ല, എന്താ ചെയ്യേണ്ടത്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ
എന്താ പറയുക, വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുട്ടിയുടെ ഷോൾഡർ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ട്, തല പുറത്തേക്ക് വന്ന് ഷോൾഡർ പുറത്തേക്ക് വരാതെ കുട്ടി കുറച്ച് നേരം അവിടെ എന്താ പറയുക കുറച്ച് സമയം ഇതായപ്പോൾ ഞങ്ങൾ സൈഡ് കട്ട് ചെയ്തിട്ടാണ് കുട്ടീനെ എടുത്തത്. അപ്പോൾ ആ ഷോൾഡർ വന്ന് ഇരുന്നല്ലോ കുറച്ച് സമയം, അങ്ങനെയായിട്ട് വലിച്ചെടുക്കുമ്പോൾ വരുന്നൊരു ഡിഫക്റ്റാണ് ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്നാണ് പറയുക അതിനെ. അപ്പോൾ എന്താ പറയുക ബ്രേക്കിൽ പ്ലെക്സസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തോ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ കാണാം കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ സെക്ഷനിലുള്ള കുറേ ഡോക്ടേഴ്സ് 3-4 ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചു. കുഞ്ഞിൻ്റെ കൈ അനങ്ങുന്നൊന്നുമില്ല. അവരിങ്ങനെ ചെറിയ കൊടിൽ പോലെയുള്ള വെയിറ്റ് ഉള്ളത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞിൻ്റെ കൈത്തണ്ടയിൽ ഇങ്ങനെ തട്ടി നോക്കിയപ്പോൾ മാത്രം കുഞ്ഞിൻ്റെ മോതിരവിരൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അനങ്ങി. അപ്പോൾ ഒരു പറഞ്ഞു ട്രീറ്റ് ചെയ്താൽ മാറും, സുഖമാവും എന്ന് പറഞ്ഞ് അവർ ഫിസിയോതെറാപ്പിയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മസിൽസ് കംപ്ലീറ്റ് ലൂസായിട്ട് ഈ നെർവ്സ് വലിഞ്ഞിട്ടുള്ള പ്രശ്നമാണ് കുട്ടിയുടെ കൈത്തണ്ടയിൽ വന്നിട്ടുള്ളത്. അത് ആ ഡെലിവറി പ്രോസസ്സിൽ സംഭവിച്ചതാണ്. ആ ഡെലിവറി സമയത്ത് അത് സ്കാനിങ്ങിലൊന്നും നമുക്കറിയാൻ പറ്റില്ല. സ്കാനിലൊക്കെ കുട്ടി ഒരു കുഴപ്പമില്ല. ഡെലിവറി എടുക്കുന്ന സമയത്ത് വന്നിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. അത് ഡോക്ടറെയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നേരത്തെ കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കുട്ടി 3600 ഉണ്ടായിരുന്നത്. 3600 എന്ന് പറയുന്നത് നോർമൽ വെയിറ്റ് തന്നെയാണ്, അതിൻ്റെ ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു വെയിറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു വെയിറ്റും ഹൈറ്റും വെച്ചിട്ട് എനിക്ക് അത്രയും പോകുന്നൊരു കുട്ടിയെ ഡെലിവറി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും ഒരു പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ അവരെ ഞാൻ പറയില്ല, പക്ഷേ അവർ നമ്മളുടെ അടുത്ത് ആ സമയത്തെ പറയണമായിരുന്നു. അല്ലെങ്കിൽ സ്കാനൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള സിംറ്റംസ് കിട്ടുന്നുണ്ട്, അന്നേരം നമ്മളോട് പറഞ്ഞില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലായത് എൻ്റെ സെക്കൻഡ് ഡെലിവറി സമയത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ എന്താ പറയുക കുട്ടീനെ കാണാൻ വന്നവർ എല്ലാവരും ഇങ്ങനെ പരാതി പറയാം, അതെന്താ ഹോസ്പിറ്റലുകാരോട് പറയാത്ത, അവർ അടുത്ത് പറയണം, അവർ എന്ത് പരിപാടി എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ വഴക്ക് പോലെയൊക്കെ ആയി തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അതൊന്നുമല്ല. എൻ്റെ മനസ്സിൽ ഞാൻ പ്രസവിച്ച കുഞ്ഞിന് കയ്യിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്, കയ്യിനൊരു പ്രശ്നമുണ്ട്, അത് ട്രീറ്റ് ചെയ്താൽ മാറുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ അത് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്, അതെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കംപ്ലീറ്റ് സംസാരിച്ച ആ ഒരു കാര്യമാണ്. അവർ അന്ന് തന്നെ നമുക്ക് അവിടെ ഫിസിയോതെറാപ്പി സെക്ഷനിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ മോള് ജനിച്ച് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം മുതൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് 9 മാസം കംപ്ലീറ്റ് ആവുന്ന വരെ ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്യും. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്, കറണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കൈമ കൊടുത്ത് ആ കൈ ഇങ്ങനെ സ്ട്രോങ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താണ് എൻ്റെ മോളുടെ കൈ ഒരു 85% ക്ലിയറായി എന്ന് തന്നെ പറയാം. ഇപ്പോഴും അതായത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ സമയത്തും എന്താണ് കൈയിൻ്റെ മടക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നിവർത്താൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ കൈ നേരെ മുകളിലേക്ക് ഉയർത്താൻ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഉയർത്താൻ പറ്റാത്ത അവസ്ഥ അതുണ്ട്. അപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി മസിൽസ് ആക്റ്റീവ് അല്ലാത്തൊരു കണ്ടീഷനാണ് അത്. ഞാൻ പിന്നീടും ട്രീറ്റ്മെൻറ്റ് ഇനി അത് ചെയ്തത് മതി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവരൊരു ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയ കുഞ്ഞിന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലും കാണിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ്റെ കാര്യമില്ല, ഇവൾ ആ കൈ എന്തോരം നമ്മൾ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് ഇമ്പ്രൂവ്ഡ് ആവുമെന്ന് പറഞ്ഞ് കുറേ ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അതുപോലെ ആ കൈ കൊണ്ട് മുകളിലേക്ക് ഉയർത്താനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ഇമ്പ്രൂവ്ഡ് ആയി മോള് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് ഇതാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായതുകൊണ്ട് കോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് നമ്മൾ ചൂസ് ചെയ്തതാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് വരും. നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തേക്ക് ഓടേണ്ട കാര്യമില്ല, കാര്യങ്ങളൊക്കെ അവർ ചെയ്തുതരും, നമ്മളതിൻ്റെ ബില്ല് പേ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ഈ ഒരു കാര്യം അതിനേക്കാളൊക്കെ ഉപരി മോളുടെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് എനിക്ക് പിന്നെ നമുക്ക് കിട്ടുന്ന എന്താ പറയുക ചെക്കപ്പിൻ്റെ രേഖകളും കാര്യങ്ങളും, ഇപ്പോൾ സ്കാൻ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമുക്കൊരു സ്കാനിൻ്റെ ഒരു പേപ്പർ ഇന്നതാണ്, ഒരു റിസൾട്ട് ഇന്നതാണെന്ന് പറയുമ്പോൾ ആ റേഞ്ച് വെച്ച് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഗൂഗിൾ ചെയ്യാൻ പറ്റും. ഈ റേഞ്ചിലാണെങ്കിൽ എന്താണ് കണ്ടീഷൻ, ഈ നോർമൽ റേഞ്ച് എത്രയാണെന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു പേപ്പറും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നും വായിച്ച് മനസ്സിലാക്കാനോ ഒന്നുമുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല, ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ്.